അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ഫിഖ്ഹുൽ ഇസ്ലാമി ആഫ്രിൽ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2025 ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം ശരി ഉത്തരത്തിന്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരി ഉത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. കുടിക്കാൻ പറ്റും, വുളൂ ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻസ്: ജ്യൂസ്, പുഴയിലെ വെള്ളം, കടലിലെ വെള്ളം. ശരി ഉത്തരം ജ്യൂസ്. 2. കുളിയുടെ ഫർളുകളിൽ പെട്ടതാണ്. ഓപ്ഷൻസ്: നിയത്ത് ചെയ്യൽ, ബിസ്മി ചൊല്ലൽ, ഖിബ്ലയ്ക്ക് മുന്നിടൽ. ശരി ഉത്തരം നിയത്ത് ചെയ്യൽ. 3. നിസ്കരിക്കൽ ഹറാമാണ്. ഓപ്ഷൻസ്: ഹൈലുകാരി, ഭ്രാന്തുള്ളവർ, രോഗമുള്ളവർ. ശരി ഉത്തരം ഹൈലുകാരി. 4. വിസർജിക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലം. ഓപ്ഷൻസ്: മറയുള്ള സ്ഥലത്ത്, പൊതുവഴി, ടോയ്ലറ്റ്. ശരി ഉത്തരം പൊതുവഴി. 5. വുളൂ മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. ഓപ്ഷൻസ്: ഭക്ഷണം കഴിക്കൽ, ഉറങ്ങൽ, ജോലി ചെയ്യൽ. ശരി ഉത്തരം ഉറങ്ങൽ. 6. എനിക്ക് കരുണ ചെയ്യണമേ എന്നാണ് അർത്ഥം. ഓപ്ഷൻസ്: വർഹംനി, വർഫഅനി, വർസുഖ്നി. ശരി ഉത്തരം വർഹംനി. അടുത്ത പ്രവർത്തനം ചേറുംപടി ചേർക്കുക. 7. വതവല്ലനി. 8. വമാ അന. 9. വആഫിനി. 10. അന്നളാഫ. 11. വബാരിക്ലി. ഇപ്പുറത്ത് നോക്കൂ. എ മിനൽ ഈമാൻ. ബി ഫീമാ അഅ്തൈത. സി ഫീമൻ തവല്ലൈത. ഡി മിനൽ മുശ്രിക്കീൻ. ഇ ഫീമൻ ആഫൈത. ഇനി നമുക്ക് ഓരോന്നും ചേർക്കാം. 7. വതവല്ലനി. ശരി ഉത്തരം സി ഫീമൻ തവല്ലൈത. വതവല്ലനി ഫീമൻ തവല്ലൈത. 8. വമാ അന. ശരി ഉത്തരം ഡി മിനൽ മുശ്രിക്കീൻ. വമാ അന മിനൽ മുശ്രിക്കീൻ. 9. വആഫിനി. ശരി ഉത്തരം ഇ ഫീമൻ ആഫൈത. വആഫിനി ഫീമൻ ആഫൈത. 10. അന്നളാഫ. ശരി ഉത്തരം എ മിനൽ ഈമാൻ. 11. വബാരിക്ലി. ശരി ഉത്തരം ബി ഫീമാ അഅ്തൈത. വബാരിക്ലി ഫീമാ അഅ്തൈത. സി ഡി ഇ എ ബി. അടുത്ത പ്രവർത്തനം വിട്ട ഭാഗം പൂരിപ്പിക്കുക. 12. പൂർണ്ണമായ ഡാഷ് ചെയ്ത് നിസ്കരിച്ചാൽ സ്വർഗം ലഭിക്കും. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് വുളൂ. പൂർണ്ണമായ വുളൂ ചെയ്ത് നിസ്കരിച്ചാൽ സ്വർഗം ലഭിക്കും. 13. അല്ലാഹു തആല അല്ലാതെ ഡാഷ് ഞാൻ മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ആരാധ്യനില്ലെന്ന്. അല്ലാഹു തആല അല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. 14. വൃത്തിയുള്ളവരെ അല്ലാഹു തആലയും ഡാഷും ഇഷ്ടപ്പെടും. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും. വൃത്തിയുള്ളവരെ അല്ലാഹു തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇഷ്ടപ്പെടും. 15. ജന്തുക്കളുടെ ഡാഷിൽ വിസർജനം പാടില്ല. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് മാളങ്ങളിൽ. ജന്തുക്കളുടെ മാളങ്ങളിൽ വിസർജനം പാടില്ല. 16. ഇന്ന സ്വലാത്തി വനുസുക്കി ഡാഷ് ലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് വമഹിയായ വമമാത്തി. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. 17. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ ഡാഷ് വമിൻ അദാബിൻ നാർ.
ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് അസാബിൽ ഖബരി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അസാബിൽ ഖബരി വമിൻ അസാബിൻ നാർ. അടുത്ത പ്രവർത്തനം, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18. തൂങ്ങി ഉറങ്ങിയാൽ വുളൂ മുറിയുമോ? ഉത്തരം ഇല്ല. 19. കുളിയുടെ ഫർളുകൾ എത്ര? ഉത്തരം 2. 20. വെള്ളമല്ലാത്ത ശൗചത്തിന് ഉപയോഗിക്കാവുന്ന ഒരു വസ്തുവിന്റെ പേര്? ഉത്തരം നജസ് വലിച്ചെടുക്കുന്ന കല്ല്. 21. നിസ്കാരം തൂണാണ്. എന്തിൻ്റെ? ഉത്തരം ദീനിന്റെ. 22. സജ്ജനങ്ങൾ എന്നതിന്റെ അറബി പദം എന്ത്? ഉത്തരം സ്വാലിഹൂൻ. 23. ഭാര്യ ഭർത്താവിനെ തൊട്ടാൽ വുളൂ മുറിയുമോ? ഉത്തരം മുറിയും. അടുത്ത പ്രവർത്തനം, ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24. 2 കൊല്ലത്തുള്ള വെള്ളത്തിൽ നജസ് വീണാൽ അത് ശുദ്ധീകരണത്തിന് പറ്റില്ല. എപ്പോൾ? ഉത്തരം 2 കൊല്ലത്തുള്ള വെള്ളത്തിൽ നജസ് വീഴുകയും അത് കാരണം വെള്ളത്തിന്റെ രുചിക്കോ വർണ്ണത്തിനോ വാസനയ്ക്കോ മാറ്റം വന്നാൽ ആ വെള്ളം ശുദ്ധീകരണത്തിന് പറ്റില്ല. 25. വുളൂയിൽ മുഖം കഴുകുമ്പോൾ നിയ്യത്ത് ചെയ്യണം. എന്ത്? ഉത്തരം നിസ്കാരത്തെ ഹലാലാക്കുവാൻ വേണ്ടി വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. 26. വീട്ടിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ഏത്? ഉത്തരം ബിസ്മില്ലാഹി വലദ്ന വ ബിസ്മില്ലാഹി ഖറജ്ന വ അലല്ലാഹി റബ്ബിന തവക്കൽന. 27. കുളിക്കുമ്പോൾ സൂക്ഷിച്ച് കഴുകേണ്ട 4 സ്ഥലങ്ങൾ എഴുതുക. ഉത്തരം പിളക്കുഴി, മടമ്പ്, പൊക്കിൾ, ചെവി, ചുളിഞ്ഞ സ്ഥലങ്ങൾ എന്നിവ. 28. ഇത്തഖുല്ലാഇനൈൻ ഏതാണവ? അതായത് ശാപനിമിത്തമായ 2 കാര്യങ്ങൾ. ഉത്തരം ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലും വിശ്രമിക്കുന്ന തണലിലും വിസർജിക്കൽ. 29. അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏത്? ഉത്തരം നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കൽ. 30. സുജൂദിൽ 3 തവണ ചൊല്ലേണ്ട ദിക്ർ ഏത്? ഉത്തരം സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി. 31. തബാരക്ത റബ്ബന വതആലൈത സാരമെഴുതുക. ഉത്തരം ഞങ്ങളുടെ രക്ഷിതാവേ, നീ വിശുദ്ധനും ഉന്നതനുമായിരിക്കുന്നു. അടുത്ത പ്രവർത്തനം, 2ൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. 32. കുളിയുടെ സുന്നത്തുകൾ അതല്ലെങ്കിൽ വുളൂ ചെയ്യേണ്ട രൂപം. ഈ 2 വിഷയത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് എഴുതിയാൽ മതിയാകും. ഞാനിവിടെ ഈ 2 വിഷയത്തെക്കുറിച്ചും വിശദീകരിച്ചു പറയാം. കുളിയുടെ സുന്നത്തുകൾ: 1. ഖിബിലയ്ക്ക് മുന്നിടുക. 2. ഔറത്ത് മറയ്ക്കുക. 3. കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടെ ബിസ്മി ചൊല്ലുക. 4. വുളൂ ചെയ്യുക. 5. ഫർളായ കുളിയാണെങ്കിൽ അതിൻ്റെ നിയ്യത്തും സുന്നത്തായ കുളിയാണെങ്കിൽ ആ നിയ്യത്തും ചെയ്ത് ആദ്യം തലയിലും പിന്നീട് വലതുഭാഗത്തും വെള്ളമൊഴിക്കുക. 6. തേച്ചുരച്ച് കഴുകുക. 7. പിളക്കുഴി, മടമ്പ് തുടങ്ങിയ സ്ഥലങ്ങളും പൊക്കിൾ, ചെവി, ചുളിഞ്ഞ സ്ഥലങ്ങൾ എന്നിവയും സൂക്ഷിച്ച് കഴുകുക. സംസാരിക്കാതിരിക്കുക. കുളിക്കഴിഞ്ഞ ഉടനെ വുളൂഇന് ശേഷമുള്ള ദുആ ചെയ്യുക തുടങ്ങിയവ കുളിയുടെ സുന്നത്തുകളാണ്. അടുത്തത് വുളൂഇന്റെ രൂപം. 1. വുളൂഇന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. 2. സിക്ർ ചൊല്ലുക. 3. മുൻകൈ രണ്ടും 3 തവണ കഴുകുക. 4. മിസ്വാക്ക് ചെയ്യുക. 5. വായിൽ വെള്ളം കൊപ്പിളിക്കുക. 6. മൂക്കിൽ വെള്ളം കയറ്റിപ്പിഴിയുക. 7. നിസ്കാരത്തെ ഹലാലാക്കുവാൻ വേണ്ടി വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി മുഖവും
അതിൻ്റെ ചുറ്റുഭാഗവും 3 തവണ കഴുകുക. 8. 2 കൈകളും 3 തവണ മുട്ടിൻ്റെ മുകളിലേക്ക് കയറ്റി കഴുകുക. 9. തല മുഴുവനും 3 തവണ തടവുക. 10. 2 കൈയും നനച്ച് ചെവി രണ്ടും ഉള്ളും പുറവും 3 തവണ തടവുക. 11. 2 കാലുകളും ഞെരിയാണിയുടെ മുകളിലേക്ക് 3 തവണ കയറ്റി കഴുകുക. 12. 2 കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തി ദുആ ചെയ്യുക. 33. പരിസ്ഥിതി സംരക്ഷണം, അതല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ മഹത്വം. പരിസ്ഥിതി സംരക്ഷണം കേവലം ഒരു സാമൂഹിക ബാധ്യതയല്ല, മറിച്ച് അത്യാവശ്യമായ ഒരു ആത്മീയവും ധാർമ്മികവുമായ ഉത്തരവാദിത്വമാണ്. പ്രകൃതി വിഭവങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്നും അവയെ ചൂഷണം ചെയ്യാതെ സംരക്ഷിക്കേണ്ടത് മനുഷ്യന്റെ ബാധ്യതയാണെന്നും അള്ളാഹു തആല ഖുർആനിലൂടെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുമുണ്ട്. പ്രപഞ്ചവും അതിലെ ജീവജാലങ്ങളും തികഞ്ഞ സന്തുലിതാവസ്ഥയിലാണ് അള്ളാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിൽ മനുഷ്യൻ വരുത്തുന്ന ഇടപെടലുകൾ പ്രകൃതിക്ഷോഭങ്ങൾക്ക് കാരണമാകുമെന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നു. ഭൂമി, ജലം, അന്തരീക്ഷം, പർവ്വതങ്ങൾ, ജീവജാലങ്ങൾ, സസ്യങ്ങൾ എന്നീ ദുനിയാവിലെ ഓരോ വസ്തുവും അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് വ്യക്തമായ അളവിൻ്റെയും അവക്കിടയിലെ പരസ്പര ബന്ധത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. നേരിയ അളവിലാണെങ്കിലും ഈ താളത്തിന് എന്തെങ്കിലും പിഴവ് വരികയാണെങ്കിൽ അതിൻ്റെ അനന്തരഫലം പ്രവചനാതീതമായിരിക്കും. അതിനാൽ പരിസ്ഥിതി സംരക്ഷണം തീർത്തും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. അടുത്ത ടോപ്പിക്, നിസ്കാരത്തിൻ്റെ മഹത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. കൂടെ അബൂസർ റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. ഇലപ്പൊഴിയുന്ന കാലമായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 മരങ്ങളുടെ കൊമ്പുകൾ പിടിച്ചു കുലുക്കി. അപ്പോൾ അതിലെ ഇലകൾ കൊഴിഞ്ഞു വീണു. എന്നിട്ട് കൂടെയുണ്ടായിരുന്ന അബൂസർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു തആലയുടെ പ്രീതിക്ക് വേണ്ടി ഒരാൾ നിസ്കരിച്ചാൽ ഈ മരക്കൊമ്പിലെ ഇലകൾ കൊഴിഞ്ഞതുപോലെ അവൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോവുന്നതാണ്. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നാം അലസത കാണിക്കാൻ പാടില്ല. നിസ്കാരം ദീനിൻ്റെ തൂണാണ്. പ്രായപൂർത്തിയായ ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും 5 വക്ത് നിസ്കാരം നിർബന്ധമാണ്. ഏത് കർമ്മമാണ് അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കലാണെന്നായിരുന്നു. നിസ്കാരം ഖളാ ആക്കൽ വലിയ പാപമാണ്. ഖളാ ആയി പോയാൽ ഉടനെ വീട്ടൽ നിർബന്ധമാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.